കേരള PSC HSA മാത്തമാറ്റിക്സിലെ മെട്രിക്സ് ഓൾജിബ്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞത് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് മെട്രിസസിനെ കുറിച്ചാണ്. അതിൽ സിമെട്രിക്, സ്ക്യൂ സിമെട്രിക്, ഹെർമീഷ്യൻ, സ്ക്യൂ ഹെർമീഷ്യൻ, ഡയഗണൽ മെട്രിക്സ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, ഇൻഡിജർ മെട്രിക്സ് എന്നുള്ള സ്പെഷ്യൽ കേസൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഓർത്തോഗണൽ മെട്രിസസ്, ലംബക മെട്രിക്സ്. എന്താണ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു സമചതുര മെട്രിക്സ് ലംബക മെട്രിക്സ് ആകണമെങ്കിൽ A into A ട്രാൻസ്പോസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് ഇൻറ്റു A ഈക്വൽ ടു I ആയിരിക്കണം. അതായത് നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. ആ സ്ക്വയർ മെട്രിക്സിനെ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ A into A ട്രാൻസ്പോസ് ഈക്വൽ ടു I ആയിരിക്കണം. ഓക്കെ, അതിൻ്റെ മീനിങ് എന്താ? A ട്രാൻസ്പോസ് ഈക്വൽ ടു I. അതായത് നമുക്കറിയാം പ്രതിലോമത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? പ്രതിലോമം അതായത് ഇൻവേർട്ടിബിൾ ആണ് എന്നുള്ളത്. ദർ എക്സിസ്റ്റ് എ മെട്രിക്സ് B സച്ച് ദാറ്റ് AB ഈക്വൽ ടു I അല്ലേ. എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് B എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ടായിരിക്കണം. സച്ച് ദാറ്റ് എയുടെയും ബിയുടെയും പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ I ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ബിയെ എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കി A ഇൻറ്റു A ട്രാൻസ്പോസ് ഈക്വൽ ടു I എന്ന് പറഞ്ഞാൽ A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എയുടെ തന്നെ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സമചതുര മെട്രിക്സ് ലംബക മെട്രിക്സ് ആവണമെങ്കിൽ A ഇൻറ്റു A ട്രാൻസ്പോസ് ഈക്വൽ ടു I ആയിരിക്കണം. അതെന്താണ് മീൻ ചെയ്യുന്നത്? അതെന്താണ് അർത്ഥമാക്കുന്നത്? A ട്രാൻസ്പോസ് ഈക്വൽ ടു A ഇൻവേഴ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം? ഈ ലംബക മെട്രിക്സുകളെല്ലാം തന്നെ പ്രതിലോമ്യമായിരിക്കും അല്ലേ. അപ്പം ഈ ലംബക മെട്രിക്സ് എല്ലാം തന്നെ നമുക്ക് ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറയാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ പറയാം ആദ്യം. അത് നമുക്കത് എഴുതാം. ഒന്നാമത്തെ കാര്യം, ഓർത്തോഗണൽ മെട്രിക്സ് മസ്റ്റ് ബി ഇൻവേർട്ടിബിൾ. എല്ലാത്തിനും പ്രതിലോമം ഉണ്ടാവും. ആ പ്രതിലോമം എന്തിനോട് ഈക്വൽ ആയിരിക്കും? A ട്രാൻസ്പോസിനോട് ഈക്വൽ ആയിരിക്കും. അതായത് എയുടെ പരിവർത്തനത്തിനോട് ഈക്വൽ ആയിരിക്കും. എയുടെ പരിവർത്തനം എന്ന് പറയുന്നത് എയുടെ പ്രതിലോമം തന്നെയായിരിക്കും. ഓക്കെ, അതാണ്. നമുക്കൊരു എക്സാമ്പിൾ പറയാം. A ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ. ഇങ്ങനെയുള്ള പെർട്ടിക്കുലർ മെട്രിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അല്ലേ. റൊട്ടേഷൻ മെട്രിക്സും റിഫ്ലക്ഷൻ മെട്രിക്സും ആണിത്. പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. പക്ഷേ എപ്പോഴും ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ ഇതാണ് പറയുക. ഇത് അറിഞ്ഞിരിക്കണം എന്താണെന്നുള്ളത്. A ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. നമുക്ക് നോക്കാം. A ട്രാൻസ്പോസ് എടുത്ത് നോക്കാമല്ലോ. A ട്രാൻസ്പോസ് ഈക്വൽ ടു കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇനി നമുക്ക് A ഇൻറ്റു A ട്രാൻസ്പോസ് ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, ഇവിടെ എന്താ വരിക? നമുക്ക് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് മൈനസ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. നമ്മൾ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റ കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ. ഇവിടെ നമുക്ക് കിട്ടുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, ഇതാണ് കാര്യം. which is equal to ഇതെന്താണ്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ്. ദാറ്റ് ഈസ് 1. ഇത് രണ്ടും സെയിം നമ്പർ ആണ്. സോ 0, ഇവിടെയും 0, ഇവിടെ 1. ഇതെന്താ കിട്ടിയത്? I അല്ലേ. നമുക്ക് എന്ത് കിട്ടി? A ഇൻറ്റു A ട്രാൻസ്പോസ് ഈക്വൽ ടു I. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. A ട്രാൻസ്പോസ് ഇൻറ്റു A എന്താണെന്നുള്ളത്. അതും I തന്നെയാണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് A എന്ന് പറയുന്നത് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറയാം. ഇനി നമുക്ക് ഈ ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും നോക്കാം. ഡിറ്റർമിനൻ്റ് ഓഫ് an orthogonal matrix is പ്ലസ് ഓർ മൈനസ് 1. നിങ്ങൾക്ക് ഇത് ബൈ ഹാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ തന്നെ മതി. നമുക്ക് എന്താ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ? A ട്രാൻസ്പോസ് ഈക്വൽ ടു I. A ഓർത്തോഗണൽ ആണെങ്കിൽ നമുക്ക് പറയാം A ഇൻറ്റു A ട്രാൻസ്പോസ് ഈക്വൽ ടു I ആണെന്ന് പറയാം അല്ലേ. നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് A ഇൻറ്റു A ട്രാൻസ്പോസ് എടുക്കാം. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് A ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് B എന്ന് പറയുന്ന ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് A ഇൻറ്റു
ഡിറ്റർമിനൻറ്റ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് അറിയാം. ഇനി ഡിറ്റർമിനൻറ്റ് ഓഫ് എ ട്രാൻസ്പോസും ഡിറ്റർമിനൻറ്റ് ഓഫ് എയും ഈക്വൽ ആണല്ലേ. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 1. ദറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്താണെന്ന് പറയാം, ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു +or-1. അതായത് നമുക്ക് ശരിക്കും റിഫ്ലക്ഷൻ മെട്രിക്സ് റൊട്ടേഷൻ മെട്രിക്സിൻ്റെയും കേസിലാണ് നമുക്കിങ്ങനെ പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു അതൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ഇത്രയും പഠിച്ചു വെക്കുക. ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഈസ് ഓഫ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ് ഈസ് +or-1. ഒരു ലംബക മെട്രിക്സിൻ്റെ സാരണി എന്ന് പറയുന്നത് ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ -1 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കോംപ്ലക്സ് വേർഷൻ. യൂണിറ്ററി മെട്രിക്സസ്. എ കോംപ്ലക്സ് സ്ക്വയർ matrix is said to be unitary if A star equal to I equal to A star A. അതായത് ഒരു സമ്മിശ്ര സമചതുര മെട്രിക്സ് യൂണിറ്ററി മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ A ഇൻറ്റു A സ്റ്റാർ ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആയിരിക്കണം. അതുപോലെ തന്നെ A സ്റ്റാർ ഇൻറ്റു A ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആയിരിക്കണം. എയും അതിൻ്റെ കോൺജുഗേറ്റ് ട്രാൻസ്പോസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം A എന്നത് ഒരു യൂണിറ്ററി മെട്രിക്സ് ആണെന്ന് പറയാം. നമുക്കിതിനെ ശരിക്കും നമ്മളിപ്പോൾ ഓർത്തോഗണൽ മെട്രിക്സ് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു കോംപ്ലക്സ് വേർഷൻ ആണെന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിതിന് ഒരു ഡെഫിനേഷനും കൂടെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ A ഇൻറ്റു A സ്റ്റാർ ഈക്വൽ ടു Y എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താ, എയുടെ ഇൻവേഴ്സ് ആണ് A സ്റ്റാർ എന്നല്ലേ. ദാറ്റ് ഈസ് A ഇൻവേഴ്സ് ഈക്വൽ ടു A സ്റ്റാർ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും പറയാം കേട്ടോ, എ കോംപ്ലക്സ് സ്ക്വയർ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി യൂണിറ്ററി ഇഫ് A സ്റ്റാർ ഈക്വൽ ടു A ഇൻവേഴ്സ്. ചില ടെക്സ്റ്റ് ബുക്കൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്യാതെ ഇതെല്ലാം പറഞ്ഞു പോയി, അതുകൊണ്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യാം. A ഈക്വൽ ടു 1/2 1 + I 1 - I 1 - I 1 + I. നമുക്ക് ഇതിൻ്റെ A സ്റ്റാർ എടുത്ത് നോക്കാം. A സ്റ്റാർ ഈക്വൽ ടു 1/2 ഇൻറ്റു 1 - I, അത് ഞാൻ കോൺജുഗേറ്റ് എടുത്തു, എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുകയാണ്. 1 - I 1 + I 1 + I 1 - I എൻ്റെ ട്രാൻസ്പോസ് എടുത്തു. നമുക്ക് കിട്ടുന്നത് 1/2 ഇൻറ്റു 1 - I 1 + I 1 + I 1 - I. ഇനി നമുക്ക് A ഇൻറ്റു A സ്റ്റാർ കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് കിട്ടുന്ന A ഇൻറ്റു A സ്റ്റാർ ഈക്വൽ ടു 1/2 ഇൻറ്റു 1 + I 1 - I 1 - I 1 + I ഇൻറ്റു 1/2 ഇൻറ്റു 1 - I 1 + I 1 + I 1 - I മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/4 ഇൻറ്റു 7 മോഡലിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 1 + I ഇൻറ്റു 1 - I പ്ലസ് 1 - I ഇൻറ്റു 1 + I. നെക്സ്റ്റ് 1 + I ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 - I ദ ഹോൾ സ്ക്വയർ. അടുത്ത 1 - I ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 + I ദ ഹോൾ സ്ക്വയർ. പിന്നെ നമുക്ക് 1 - I ഇൻറ്റു 1 + I പ്ലസ് 1 + I ഇൻറ്റു 1 - I. നമ്മൾ നിന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 1 സ്ക്വയർ - I സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ - I സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് 4 എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് 1 സ്ക്വയർ പ്ലസ് 2i - 1 പ്ലസ് 1 - 2i - 1 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 കിട്ടും. അതുപോലെ തന്നെ ഇത് 0 ആവും, അതുപോലെ ഇത് 4 ആവും. പിന്നെ നമുക്ക് 4ന് ഔട്ട് സൈഡ് എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് 0 1 0 0 1 എന്ന് കിട്ടും. അതായത് A സ്റ്റാർ ഈക്വൽ ടു I എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, A ഇൻറ്റു A സ്റ്റാർ ഈക്വൽ ടു I ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, A സ്റ്റാർ ഇൻറ്റു A ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് I തന്നെയാണ് കിട്ടുക. നമുക്ക് എന്ത് പറയാം, യൂണിറ്ററി മെട്രിസസ് ആർ ഓൾവേസ് ഇൻവേർട്ടിബിൾ അല്ലെ. A സ്റ്റാർ ഈക്വൽ ടു A ഇൻവേഴ്സ് ആവുന്ന മെട്രിസസിനെയാണ് യൂണിറ്ററി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്ററി മെട്രിസസ് എന്തായാലും എന്തായിരിക്കണം, ഇൻവേർട്ടിബിൾ ആയിരിക്കണം. അപ്പോൾ ഇത് ശരിക്കും ഞാൻ ചില ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ട്. യൂണിറ്ററി മെട്രിസസിൻ്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ അതിലേതെങ്കിലും ഒരു മെട്രിക്സ് 0, അങ്ങനെയൊന്നുമില്ല കേട്ടോ. യൂണിറ്ററി മെട്രിസസ് എന്ന് പറയുന്നത് ഓൾവേസ് ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതെപ്പോഴും നോൺ സിംഗുലർ മെട്രിസസ് ആയിരിക്കും. നിങ്ങൾ ഓർത്ത് വെക്കണം. ഒരു ഗൈഡിൽ ഞാൻ തെറ്റ് കണ്ടു, അതുകൊണ്ടാണ് യൂണിറ്ററി മെട്രിസസ് ആർ ഇൻവേർട്ടിബിൾ. ഓക്കെ, നെക്സ്റ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് യൂണിറ്ററി മെട്രിസസ് ആർ യൂണിറ്റ് മോഡുലോസ്. ഇനി ഒരു യൂണിറ്ററി മെട്രിസസിൻ്റെ ഡിറ്റർമിനൻറ്റ് എപ്പോഴും യൂണിറ്റ് മോഡുലോസ് ആയിരിക്കും. യൂണിറ്റ് മോഡുലോസ് നമ്മൾ പേടിക്കണ്ട. നമ്മൾ ഈ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കോംപ്ലക്സ് മെട്രിസസ് അല്ലേ നമുക്ക് കിട്ടുന്നത്, അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മോഡുലസ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അത് 1 ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് യൂണിറ്റ് മോഡുലോസ് എന്ന് പറഞ്ഞാൽ. അതായത് മോഡുലസ് ഓഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ യൂണിറ്റ് മെട്രിസസ് ഈസ് 1. ഒരു യൂണിറ്ററി മെട്രിസസിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് അതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും 1 ആയിരിക്കും കിട്ടുക. ഒരു Z ഈക്വൽ ടു A + IB എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മോഡ് Z എന്ന് പറഞ്ഞാൽ എന്താണ്, √A² + B². അങ്ങനെ ഈ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈ മോഡുലസിൻ്റെ വാല്യൂ 1 ആണ് കിട്ടുക. അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പറയേണ്ടത്, അതായത് ഇതെങ്ങനെയാണ് വരുന്നത് നോക്കുന്നത് കേട്ടോ.
നിങ്ങൾക്ക് മനസ്സിലാവോ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടോളുക, ഇത് മാത്രം പഠിച്ചോളാം. ഓക്കെ, എ ഇൻറ്റു എ സ്റ്റാർ ഈക്വൽ ടു ഐ ആണ്. നമ്മൾ രണ്ട് സൈഡിലും ഡിറ്റർമിനൻ്റ് എടുത്തു. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു എ സ്റ്റാർ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ഐ. ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ആണ്. സോ വി ക്യാൻ റൈറ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്റ്റാർ ഈക്വൽ ടു 1 എന്ന് എഴുതാം. സോ ഇവിടെ നമുക്കറിയാം ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ കോൺജുഗേറ്റ് ഈക്വൽ ടു 1 ആണ്. ഇനി സെഡ് ഇൻറ്റു സെഡ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മോഡ് സെഡ് സ്ക്വയർ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1. അതായത് മോഡ് സെഡ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് യൂണിറ്റ് മോഡുലോസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, 1 ആണെന്ന് കിട്ടുക. അതായത് ഒരു കോംപ്ലക്സ് നമ്പർ അതിൻ്റെ മോഡുലസ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ആ ഒരു കാര്യത്തിൽ തന്നെ ഇങ്ങനെയും കണ്ടു, യൂണിറ്ററി മെട്രിസസിൻ്റെ ഡിറ്റർമിനൻ്റ് 1 ആണെന്ന്. അതും തെറ്റാണ്. യൂണിറ്ററി മെട്രിസസിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എപ്പോഴും യൂണിറ്റ് മോഡുലോസ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അതായത് നമ്മളിപ്പോൾ ഒരു യൂണിറ്ററി മെട്രിസസിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എപ്പോഴും കിടക്കുന്നത് യൂണിറ്റ് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ 1 ആണെങ്കിൽ ഇത് യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ ഇവിടെ 1 വരും, ഇവിടെ -1 വരും, ഇവിടെ i വരും, ഇവിടെ -i വരും. ഇങ്ങനെയാണ് യൂണിറ്റ് സർക്കിൾ വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പോയിന്റ്സ് ഉണ്ടാവും കേട്ടോ. അതിൻ്റെയൊക്കെ യൂണിറ്റ് മോഡുലോസ് എടുത്ത് അതിൻ്റെയൊക്കെ മോഡുലസ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 1 ആണ് കിട്ടുക. ഓക്കെ, അങ്ങനെയുള്ള മെട്രിസസിൻ്റെ അതായത് നമ്മൾ യൂണിറ്ററി മെട്രിസസിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അത് യൂണിറ്റ് സർക്കിളിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റ് ആയിരിക്കും. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് ഐഡംപൊട്ടൻ്റ് മെട്രിസസ് ആണ്. ഐഡംപൊട്ടൻ്റ് മെട്രിസസ്. എ മെട്രിക്സ് എ ഈസ് ഐഡംപൊട്ടൻ്റ് ഇഫ് എ സ്ക്വയർ ഈക്വൽ ടു എ. എ സ്ക്വയർ ഈക്വൽ ടു എ, എയുടെ പ്രോഡക്റ്റ് അതിനോട് തന്നെ പ്രോഡക്റ്റ് എടുത്താൽ, അതായത് എ ഇൻറ്റു എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അത്തരം മെട്രിസസിനെ നമ്മൾ ഐഡംപൊട്ടൻ്റ് മെട്രിസസ് എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ സ്ക്വയർ മെട്രിസസിലാണ് കേട്ടോ പറയുന്നത്, സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടില്ല. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെറ്റ് ടു ബി ഐഡംപൊട്ടൻ്റ് ഇഫ് എ സ്ക്വയർ ഈക്വൽ ടു എ. നമ്മൾ സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിലാണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് എക്സാമ്പിൾ ഈക്വൽ ടു 1 a ഈക്വൽ ടു 1 1 0 0. പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു എക്സാമ്പിൾ ഏതാണ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലേ. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി തന്നെയല്ലേ കിട്ടാം. ഇതിൻ്റെ സ്ക്വയർ എടുത്ത് അതായത് i സ്ക്വയർ ഈക്വൽ ടു i തന്നെയാണ്. അപ്പോൾ i ഈസ് ആൻ ഐഡംപൊട്ടൻ്റ് മെട്രിക്സ് അല്ലേ. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം എ സ്ക്വയർ എന്താണെന്ന് വരാൻ നോക്കാം. എ സ്ക്വയർ ദറ്റ് ഈസ് 1 1 0 0 ഇൻറ്റു 1 1 0 0 is equal to നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 0 ദറ്റ് ഈസ് 1 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 0 1 0 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0 0 ദിസ് ഈസ് ഈക്വൽ ടു. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഒരു ഐഡംപൊട്ടൻ്റ് മെട്രിസസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഐഡംപൊട്ടൻ്റ് മെട്രിസസിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും. ഐഡംപൊട്ടൻ്റ് മെട്രിസസിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാനാ സാധ്യത നമുക്ക് നോക്കാം. ഡിറ്റർമിനൻ്റ് ഓഫ് ഐഡംപൊട്ടൻ്റ് മെട്രിക്സ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ഇഷ്ടംപോലെ വരാൻ സാധ്യതയുണ്ട്. മെട്രിക്സ് ഈസ് ഇപ്പോൾ ഇതിൻ്റെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എയ്തർ 0 or 1. അതായത് ഐഡംപൊട്ടൻ്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 0 or 1 ആയിരിക്കും. നമുക്ക് നോക്കാം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, എ ആണല്ലേ. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയാം. ഇനി ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു എ അല്ലേ. ഇറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ. അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ. കട്ടൊന്നും ചെയ്ത് കളയരുത് കേട്ടോ. ഇവിടുന്നൊരു ഡിറ്റർമിനൻ്റ് ചെയ്യും ഇവിടുന്നൊരു ഡിറ്റർമിനൻ്റ് ചെയ്യും അങ്ങനെ കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യുന്നത് പോസിബിൾ അല്ല. നമുക്കിതിനെ ഡിറ്റർമിനൻ്റ് ഓഫ് എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് എഴുതാം. ഇത് നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിനൻ്റ് ഓഫ് എനെ ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് 1 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് എന്ത് പറയാം, ഒന്നുകിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് 1 ഈക്വൽ ടു 0 ആയിരിക്കും. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 0 ഓർ ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് 1 ഈക്വൽ ടു 0. അതായത് ഇവിടെ നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 0 ഓർ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 1 എന്നാണ്. ദിസ് ഈസ് ദ ആൻസർ. അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്താണ്, 0 അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ 1 ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ ഡിറ്റർമിനൻ്റ് എന്താണ്, 1 ഇൻറ്റു 0 മൈനസ് 1 ഇൻറ്റു 0 അല്ലേ. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണ്, 1 ആണ്. ഇനി ഞാനൊരു കാര്യം കൂടി പറയാം. നമുക്കിപ്പോൾ ഒരു ഐഡംപൊട്ടൻ്റ് മെട്രിക്സ് ഉണ്ട്. ആ ഐഡംപൊട്ടൻ്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എപ്പോഴും 0 ആയിരിക്കും.
എക്സെപ്റ്റ് അറ്റ് ദ ഐഡന്റിറ്റി മെട്രിക്സ്. എക്സെപ്റ്റ് ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് ഒഴികെയുള്ള എല്ലാ ഐഡംപൊട്ടന്റ് മെട്രിക്സസും സിംഗുലർ ആയിരിക്കും. ഓക്കെ, പറയുന്നത് ഇതാണ്, എവരി ഐഡംപൊട്ടന്റ് മെട്രിസസ്. ഇതൊക്കെ അഡ്വാൻസ്ഡ് ആണ്. ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നു എന്ന് വെച്ചാൽ നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുകയാണ്, അപ്പോൾ നമ്മളിതെല്ലാം പഠിച്ചിരിക്കുക. ഏത് എക്സാമിനാണെങ്കിലും നമ്മളിതൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് അതൊക്കെ നമ്മളുടെ ഡിഗ്രി ടോപ്പിക്സ് ആണ്, അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. ഞാൻ പി ജി ഒന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. പി ജിയിലാണ് ലീനിയർ ഓൾജിബ്ര വരുന്നത്, നമുക്കിവിടെ മെട്രിക്സ് ഓൾജിബ്ര മാത്രമേ പഠിക്കാനുള്ളൂ. എവരി ഐഡംപൊട്ടന്റ് മെട്രിക്സ് ഈസ് സിംഗുലർ എക്സെപ്റ്റ് ഐഡന്റിറ്റി മെട്രിക്സ്. അതായത് ഐഡന്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് മാത്രമേ 1 ആവുള്ളൂ. ബാക്കി എല്ലാ ഐഡംപൊട്ടന്റ് മെട്രിക്സസിൻ്റെയും ഡിറ്റർമിനൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം എവരി ഐഡംപൊട്ടന്റ് മെട്രിക്സ് ഈസ് സിംഗുലർ എക്സെപ്റ്റ് ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഐഡംപൊട്ടന്റ് മെട്രിക്സസും സിംഗുലർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് പറഞ്ഞു. പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എ മെട്രിക്സ് എ ഈസ് ഐഡംപൊട്ടന്റ്. എ മെട്രിക്സ് എ ഈസ് idempotent if and only if a raised to n equal to a for every n in n. അതായത് ഒരു മെട്രിക്സ് ഐഡംപൊട്ടൻ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ ആയിരിക്കും. നമുക്ക് തന്നെ ജസ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. എ എന്ന് പറയുന്ന ഐഡംപൊട്ടൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ സ്ക്വയർ ഈക്വൽ ടു എ എന്ന് പറയാം അല്ലേ. നമുക്കിത് ജസ്റ്റ് എ ക്യൂബ് എടുത്ത് നോക്കാം. എ ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ ഇൻറ്റു എ എന്ന് എഴുതാലോ. ഇനി എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐഡംപൊട്ടൻ്റ് ആയതുകൊണ്ട് എ തന്നെയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു എ. എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എ. ഇങ്ങനെ ഇവിടെ ഇപ്പം എ റേസ് ടു 4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താവും? എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എന്ന് എഴുതാം ഇതിനെ. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ എന്നാവും, ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ. അതായത് ഏതൊരു ഇവിടെ ഓഡ് നമ്പർ എടുത്തോട്ടെ, ഇവിടെ ഈവൻ നമ്പർ എടുത്തോട്ടെ, നമുക്ക് എന്ത് തന്നെ കിട്ടും? എ തന്നെ കിട്ടും. അതാണ് ഫോർ എവരി എൻ ഇൻ എൻ എ റേസ് ടു എൻ ഈക്വൽ ടു എ. ഇപ്പോൾ ഒരു മെട്രിക്സ് ഐഡംപൊട്ടൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഏതൊരു പവർ എടുത്തു കഴിഞ്ഞാലും എ തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എയും എ ആൻഡ് ബി ആർ ഐഡംപൊട്ടൻ്റ്. എയും ബിയും ഐഡംപൊട്ടൻ്റ് മെട്രിസസ് ആണ്, ഐഡംപൊട്ടൻ്റ് മെട്രിസസ് ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ഇതിൻ്റെ പ്രോഡക്റ്റ് എ ബി ഈസ് ഐഡംപൊട്ടൻ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി ഈക്വൽ ടു ബി എ. അതായത് എ ബി എന്ന് പറയുന്നത് ഐഡംപൊട്ടൻ്റ് ആവണമെങ്കിൽ എ ബിയും ബി എയും ഈക്വൽ ആയേ മതിയാവും, അല്ലാത്ത കേസിൽ നമുക്ക് ഇതാവാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതായത് നമുക്ക് പ്രൂവ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. എയും ബിയും ഐഡംപൊട്ടൻ്റ് മെട്രിസസ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന ഐഡംപൊട്ടൻ്റ് ആവണമെങ്കിൽ എ ബിയും ബി എയും ഈക്വൽ ആയേ മതിയാവൂ എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, തിരിച്ചു വരാം. എ ബിയും ബിയും, അതായത് എ ബിയും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് ഐഡംപൊട്ടൻ്റ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഐഡംപൊട്ടൻ്റ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എ ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ ബി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ ബി എന്നല്ലേ എഴുതാം? എ ബി ഇൻറ്റു എ ബി. അതായത് ഇതിന് നമുക്ക് എ ഇൻറ്റു ബി എ ഇൻറ്റു ബി എന്ന് എഴുതാമല്ലോ. ഇനി ഈ ബി എയും എ ബിയും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ തിരിച്ചിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ തിരിച്ചെഴുതാൻ പറ്റുള്ളൂ എന്ന്. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ എ ഇൻറ്റു എ ബി എന്ന് എഴുതിക്കൂടെ ഇതിനെ, ഇൻറ്റു ബി. ഇതിന് നമുക്ക് എ സ്ക്വയർ ബി സ്ക്വയർ എന്നാവാം. ഇറ്റ് ഈസ് എ ഇൻറ്റു ബി. അപ്പോൾ എ ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ ബി എന്ന് വരും. ഐഡംപൊട്ടൻ്റ് ആയതുകൊണ്ട് ഇതിനെ ഇങ്ങനെ കൊടുക്കാം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻസ് ഉള്ളത് എന്താണെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ താഴെ ഒരു ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം. നമ്മൾ HSCക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പാണ്, അധികം മെമ്പേഴ്സൊന്നുമില്ല. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് പോവാം. അതിനാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാം. കാരണം ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് മെയിൽ ID കൊടുത്തിട്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യുന്നവർ വളരെ റെയറാണ്, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് അടുത്തത് പറയുന്നത് ഇൻവല്യൂട്ടറി മെട്രിക്സസ് ആണ്. ഇൻവല്യൂട്ടറി മെട്രിക്സ്, ഒരു മെട്രിക്സ് എപ്പോഴാണ് ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് പറയുന്നത്? എ മെട്രിക്സ് ഈസ് ഇൻവല്യൂട്ടറി ഇഫ് എ സ്ക്വയർ ഈക്വൽ ടു ഐ. അതായത് ഒരു മെട്രിക്സ് ഇൻവല്യൂട്ടറി മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ എയുടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് പറയാം. എന്താണ്? എ സ്ക്വയർ ഈക്വൽ ടു ഐ അല്ലേ. അതായത് എ ഇൻറ്റു എ ഈക്വൽ ടു ഐ. അതായത് എയുടെ ഇൻവേഴ്സ് ആര് തന്നെയാവണം? എ തന്നെയാവണം. സെൽഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് പറയുന്നത്.
ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എ ഈക്വൽ ടു 4 - 1 15 - 4. ഓക്കെ, നമുക്കിതിൻ്റെ എ സ്ക്വയർ കണ്ടുപിടിച്ച് നോക്കാം. എ ഇൻറ്റു എ വിച്ച് ഇസ് ഈക്വൽ ടു 4 - 1 15 - 4 ഇൻറ്റു 4 - 1 15 - 4 which is equal to 4 into 4 16 16 minus 15 പിന്നെ -4 plus 4 പിന്നെ 15 into 4 60 minus 60 പിന്നെ വരുന്നത് -15 plus 4 അല്ല സോറി 60 എന്താ കിട്ടുന്നത് 16 minus 15 1 0 0 1 a square equal to a ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഒരു ഇൻവല്യൂട്ടറി മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും കണ്ടുപിടിച്ച് നോക്കിയേ. ഡിറ്റർമിനന്റ് ഓഫ് ആൻ ഇൻവല്യൂട്ടറി മെട്രിക്സ് ഈസ് പ്ലസ് ഓർ മൈനസ് 1 അല്ലേ. നമുക്ക് എന്താണ് ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ ഈക്വൽ ടു ഐ ആണ്. രണ്ട് സൈഡിലും നമ്മൾ ഡിറ്റർമിനന്റ് എടുക്കുക. ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ഐ എന്ന് എടുക്കുക. ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു എ എന്ന് വരിക. ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 വിച്ച് ഇംപ്ലൈസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ഇതാണ് നമ്മളുടെ ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡിറ്റർമിനന്റ് ഓഫ് എ എപ്പോഴും എന്തായിരിക്കും പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കുക, ഇതൊക്കെ അപ്പോൾ എന്തായിരിക്കും എപ്പോഴും ഇൻവേർട്ടിബിൾ മെട്രിക്സസ് ആയിരിക്കും. കാരണം ഇതിൻ്റെ ഡിറ്റർമിനന്റ് ഒരിക്കലും 0 ആകുന്നില്ല. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറയാം. ഇൻവല്യൂട്ടറി മെട്രിക്സ് ആണ് അത് ഇൻവല്യൂട്ടറി എന്നാണ് എഴുതിയത്, സോറി റോങ്. ഇൻവല്യൂട്ടറി മെട്രിക്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്നത് സിമ്മട്രിക് മെട്രിക്സ് ആണെന്നും വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു സിമ്മട്രിക് മെട്രിക്സ് ആണ്, അത് ഇൻവല്യൂട്ടറി ആണ്. അങ്ങനെയെങ്കിൽ അത് ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. ഇനി ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ അത് ഇൻവല്യൂട്ടറി ആയിരിക്കും, സിമ്മട്രിക്കും ആയിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഏതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇൻവല്യൂട്ടറിയും സിമ്മട്രിക്കും ആണെങ്കിൽ അതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. അതായത് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ഇൻറ്റു എ ട്രാൻസ്പോസ് എടുത്തു. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇൻവല്യൂട്ടറിയും സിമ്മട്രിക്കും ആണ്, നമുക്ക് ഓർത്തോഗണൽ ആണ് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി തിരിച്ചും ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കേസ് പറയാണ്, ഇൻവല്യൂട്ടറി ആണ് സിമ്മട്രിക്കും ആണ്. അപ്പോൾ എ സിമ്മട്രിക് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ന് എഴുതാം. ഇൻവല്യൂട്ടറി ആണെങ്കിൽ എ സ്ക്വയർ ഈക്വൽ ടു എന്ന് എഴുതാം അല്ലേ. ഇത് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഞാൻ എ ഇൻറ്റു എ ട്രാൻസ്പോസിന് പകരം എ കൊടുക്കുന്നു, കാരണം സിമ്മട്രിക് ആണ്. അപ്പോൾ എനിക്കിത് എ സ്ക്വയർ കിട്ടി, അതെന്തായി ഐ കിട്ടി. അതായത് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ ആണ്. നമുക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ, എ എന്ന് പറയുന്നത് ഇഫ് എ ഈസ് ഇൻവല്യൂട്ടറി, എ എന്ന് പറയുന്നത് ഇൻവല്യൂട്ടറി ആണെങ്കിൽ ഇഫ് എ ഈസ് ഇൻവല്യൂട്ടറി then a raised to n is involutory for any n in n. Involutory for any n in n. ഓക്കെ, ഏതൊരു n in n എടുത്താലും a എന്ന് പറയുന്നത് ഇൻവല്യൂട്ടറി ആയിരിക്കും. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഇൻവല്യൂട്ടറി മെട്രിക്സിൻ്റെ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എ ക്യൂബ് ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാം? നമുക്ക് എ സ്ക്വയർ ഇൻറ്റു എ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഐ ഇൻറ്റു എ എന്ന് വരും അല്ലേ. that is equal to I into a എന്ന് പറഞ്ഞാൽ a തന്നെ. a cube equal to a. a raised to n ഉം ഇൻവല്യൂട്ടറി ആണെന്ന് പറഞ്ഞു. അപ്പോൾ a raised to n എന്ന് പറയുന്നത് ഇൻവല്യൂട്ടറി ആണ് ഫോർ എനി n in n. സോറി, ഞാൻ ഉദ്ദേശിച്ചതാണ്. ഇൻവല്യൂട്ടറി എന്ന് പറയുകയാണെങ്കിൽ എ സ്ക്വയർ ഈക്വൽ ടു ഐ ആയിരിക്കണം. ഇങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ ഇൻവല്യൂട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എ റേസ് ടു എന്നിൻ്റെ കേസ് എടുക്കുകയാണ്. എ റേസ് ടു എൻ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇതിനെങ്ങനെ എഴുതാം നമുക്ക്? ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചാൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല. എ ക്യൂബ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഐ എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ എ ക്യൂബ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എൻ ഈക്വൽ ടു 3 എടുത്തു കേട്ടോ. ഇത് എനിക്ക് ഇൻവല്യൂട്ടറി ആണെന്നാണ് പറയേണ്ടത്. സോ എ ക്യൂബ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ റേസ് ടു 6 എന്നാണ് വരിക. ഇതിനെനിക്ക് എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ആണ്, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ആണ്, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ആണ്. ദാറ്റ് ഈസ് ഐ. അതായത് എ ക്യൂബ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഐ. അപ്പോൾ എ ക്യൂബ് എന്ന് പറയുന്നത് ഇൻവല്യൂട്ടറി ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാ കേസിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. 4 കൊടുത്താലും 5 കൊടുത്താലും ഒക്കെ സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ എ എന്ന് പറയുന്നത് ഇൻവല്യൂട്ടറി ആണെങ്കിൽ എ ക്യൂബ് എന്ന് പറയുന്നതും ഇൻവല്യൂട്ടറി ആണ്. ഇനി നമുക്ക് നിൽപോട്ടൻ്റ് മെട്രിക്സ് നോക്കാം. 12th one
നിൽപ്പൊട്ടന്റ് മെട്രിക്സ്. നേരത്തെ നമ്പർ ഇട്ട് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിൽപ്പൊട്ടന്റ് മെട്രിക്സ് എന്താ നോക്കാം. എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി നിൽപ്പൊട്ടന്റ് ഇഫ് എ റേസ് ടു കെ ഈക്വൽ ടു 0 ഫോർ സം കെ ഇൻ എൻ. അതായത് ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്, ആ മെട്രിക്സിന്റെ ഓർഡർ n ആണ്. സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n. ഓക്കെ, അത് നിൽപ്പൊട്ടന്റ് ആണെന്ന് പറയണമെങ്കിൽ എ റേസ് ടു കെ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. k is less than or equal to n. ഫോർ സം k in n, അതായത് ഒരു മെട്രിക്സ്, ഒരു സ്ക്വയർ മെട്രിക്സ് നിൽപ്പൊട്ടന്റ് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പവർ എടുത്തു കഴിഞ്ഞാൽ, ഏതോ ഒരു പവർ എടുക്കുമ്പോൾ അതെന്ത് കിട്ടണം? 0 കിട്ടണം. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ നിൽപ്പൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ k എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് നിൽപ്പൊട്ടൻസി എന്ന് പറയുന്നു. ഈ k ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. ഒന്നുകിൽ നമുക്ക് തന്നിരിക്കുന്ന ഓർഡറോ അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ ഒരു നമ്പറോ ആയിരിക്കും k എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എയുടെ ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് 3/3 മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം. എ റേസ് ടു കെ ഈക്വൽ ടു 0 നിൽപ്പൊട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ, എ നിൽപ്പൊട്ടൻ്റ് ആണെങ്കിൽ എ റേസ് ടു കെ ഈക്വൽ ടു 0, ഇവിടെ കെ എന്ന് പറയുന്നത് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. കെ എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? 1 ആവാം, 2 ആവാം, 3 ആവാം. ഓക്കെ, അതായത് എ റേസ് ടു 1 അല്ലെങ്കിൽ എ റേസ് ടു 2 അല്ലെങ്കിൽ എ റേസ് ടു 3 ഇതിലേതെങ്കിലും ഒന്ന് 0 ആയിരിക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ ഈക്വൽ ടു 0 1 0 0. ഓക്കെ, ഇതിൻ്റെ ഡിഗ്രി ഓഫ് നിൽപ്പൊട്ടൻസി പറയാമോ? ഇവിടെ എ റേസ് ടു 1 എന്ന് പറയുന്നത് എന്തല്ല, നോട്ട് ഈക്വൽ ടു 0 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എ സ്ക്വയർ കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് 0 1 0 0, ഇവിടെ നമുക്ക് 0 1 0 0 is equal to 0 into 0 1 into 0 0 0 into 1 1 into 0 0 0 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി ഓഫ് നിൽപ്പൊട്ടൻസി ആണ് 2. അപ്പോൾ ഇവിടുത്തെ ഓർഡർ എത്രയാണ്? 2/2 ആണ്. അപ്പോൾ എപ്പോഴും നമുക്ക് അതിനേക്കാളും വലുത് വരില്ല കേട്ടോ. അതായത് നിൽപ്പൊട്ടന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽപ്പൊട്ടന്റ് മെട്രിക്സിൽ എ സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ എ ക്യൂബ് എ റേസ് ടു പുറത്ത് 0 ആയിരിക്കും. ഓക്കെ, ഡിഗ്രി ഓഫ് നിൽപ്പൊട്ടൻസിക്ക് കൂടുതലായിട്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ എ സ്ക്വയർ കണ്ടുപിടിച്ചത് 0 അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് നിൽപ്പൊട്ടൻ്റേ അല്ല. കാരണം ഏതെങ്കിലും ഒരു പവറിന് 0 ആയിട്ട് കാര്യമില്ല. എന്നിനേക്കാളും അല്ലെങ്കിൽ ഓർഡറിനേക്കാളും ഓർഡറോ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു പവറിന് 0 ആണ്. ഓക്കെ, അങ്ങനെയാണ് നിൽപ്പൊട്ടൻ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു വേറൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. എ ഈക്വൽ ടു നമുക്ക് 3/3 എടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് 0 1 0 0 0 1 0 0 0. ഓക്കെ, നമുക്ക് എ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. വലുതായി പോയോ? എ സ്ക്വയർ ഈക്വൽ ടു 0 1 0 0 0 1 0 0 0. ഇവിടെ 0 1 0 0 0 1 0 0 0 നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 0 ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് 0 ആയിപ്പോയി. ഇതും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിപ്പോയി. പക്ഷേ 0 × 0 പ്ലസ് 1 × 1 ഇവിടെ 1 ആയിപ്പോയി. അപ്പം ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയിപ്പോയി. ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയിപ്പോയി. അടുത്ത 0 ആയിപ്പോയി. ബാക്കിയെല്ലാം 0 തന്നെയാണ് വരിക. അപ്പോൾ ഇതെന്തെല്ലാം എ സ്ക്വയർ ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. നമുക്ക് എ ക്യൂബ് കണ്ടുപിടിച്ച് നോക്കാം. എ ക്യൂബ് ഈക്വൽ ടു 0 0 1 0 0 0 0 0 0 ഇൻറ്റു ഇവിടെ നമുക്ക് 0 1 0 0 0 1 0 0 0 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ്. പ്ലസ് 1 0 ആണ്. അപ്പം ഇതെല്ലാം 0 ആണ്. അപ്പോൾ ഇവിടെ എന്താ? എ ക്യൂബാണ് 0 ആയത്. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു നിൽപ്പൊട്ടൻ്റ് മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പറയാം നമ്മളുടെ ഒരു പ്രോപ്പർട്ടിയുള്ളൂ, ഒറ്റ പ്രോപ്പർട്ടിയുള്ളൂ. ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് ഇനിയും പറയാനുണ്ട് കേട്ടോ. അത് ഈഗൺ വാല്യൂസിൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈഗൺ വാല്യൂ പറയുമ്പോൾ ആ ഈഗൺ വാല്യൂ എന്താണെന്നുള്ളത് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ആ ഷോർട്ട് നോട്ടായിട്ട് അവിടെ പറയാം. അതുകൊണ്ടാണ് ഞാൻ ഈ മെട്രിക്സ് ആദ്യമേ പറഞ്ഞു പോകുന്നത്. ഇതിനെപ്പറ്റി പരിചയമാവണം നിങ്ങൾ. അതുകൊണ്ടാണ് ഈ ഏരിയയിൽ ഒരു മാർക്ക് പോലും നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദ ഡിറ്റർമിനന്റ് ആൻഡ് ട്രേസ് ഓഫ് എ നിൽപ്പൊട്ടൻ്റ് മെട്രിക്സ് ആർ സെയിം. ഒരു നിൽപ്പൊട്ടൻ്റ് മെട്രിക്സ് ഉണ്ടോ അതിൻ്റെ ഡിറ്റർമിനൻറ്റും ട്രേസും ഒക്കെ 0 ആയിരിക്കും. നിങ്ങൾക്ക് അറിയാലോ, ഡിറ്റർമിനന്റ് ഓഫ് എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരിക. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആയാൽ മതിയാവും. അപ്പോൾ ദ ഡിറ്റർമിനന്റ് ആൻഡ് ട്രേസ് ഓഫ് എ നിൽപ്പൊട്ടൻ്റ് മെട്രിക്സസ് ആർ 0. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള മെട്രിസസ്. നമ്മൾ പറഞ്ഞ മെട്രിസസ് ഒന്നും കൂടെ നമ്മൾ പറഞ്ഞു നോക്കാം. നമ്മൾ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് മെട്രിസസ് എന്ന് പറഞ്ഞാൽ 3 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലൊന്നാമത് നമ്മൾ പറഞ്ഞ ഡയഗണൽ മെട്രിക്സ് ആണ്. രണ്ടാമത് നമ്മൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് പറഞ്ഞു. പിന്നെ നമ്മൾ സിമെട്രിക് മെട്രിക്സ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് പറഞ്ഞു. പിന്നെ ഹെർമേഷ്യൻ മെട്രിക്സ്, സ്ക്യൂ ഹെർമേഷ്യൻ മെട്രിക്സ് പറഞ്ഞു. ഇൻഡിജർ മെട്രിക്സ് പറഞ്ഞു. ഓർത്തോഗണൽ മെട്രിക്സ് പറഞ്ഞു. യൂണിറ്ററി മെട്രിക്സ് പറഞ്ഞു. പിന്നെ നമ്മൾ ഐഡംപൊട്ടൻ്റ് മെട്രിക്സ്, ഇൻവല്യൂട്ടറി മെട്രിക്സ്, നിൽപ്പൊട്ടൻ്റ് മെട്രിക്സ്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുള്ളൂ. ഇത്ര പറഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഓക്കെ, അപ്പോൾ ഇത്രയും മെട്രിസസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ മെട്രിസസിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് ഇനിയും ഒരുപാട് മെട്രിസസ് നമുക്ക് പഠിക്കാനുണ്ട്. പെർമ്യൂട്ടേഷൻ മെട്രിക്സ്, റിഫ്ലക്ഷൻ മെട്രിക്സ്, റൊട്ടേഷൻ മെട്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും നമ്മളുടെ സിലബസിൽ വരുന്നതല്ല. അതൊക്കെ ഹയർ ടോപ്പിക്സ് ആണ്. പി ജിക്ക് അല്ലെങ്കിൽ നെറ്റിന് സെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ മാത്രം നോക്കിയാൽ മതി. നമുക്ക് HSIക്ക് ഇത്രയൊക്കെ മതി. ഇനി നമ്മൾ പിന്നെ ഡിറ്റർമിനൻറ്റും ട്രേസും ഒക്കെ ആയിട്ട് പരിചയമാവാം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയാസ് ഒക്കെ കറക്റ്റായിട്ട് എനിക്ക് കൺവേ ചെയ്ത് തരാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ചാനൽ കാണാം. ഓക്കെ, എല്ലാ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.